അപ്പൊ അരിപ്പൊടി ഒരു കയ്യിലിട്ടുണ്ട്, ഇനി ഒരു കയ്യിലും കൂടി ഇടാം. ഇതിലുണ്ട് 2 കയ്യിൽ ഇട്ടാ. 1 ടീസ്പൂണ് മൈദ. ആ പൊടി വാട്ടാൻ വേണ്ടിയിട്ട് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. 1/2 ഗ്ലാസും കൂടി ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അപ്പൊ വെള്ളം നല്ലപോലെ തിളച്ച് വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. നമുക്ക് ഈ പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. വെള്ളം അങ്ങനെ പതിഞ്ഞ് പൊന്തി വരട്ടെ. ഇനി സ്റ്റൗ കുറച്ച് വയ്ക്കാം. നമുക്ക് ഇളക്കാം. നമുക്ക് നല്ലപോലെ ഇളക്കാം. അപ്പം നമ്മളിത് ഇളക്കി പാകായി. 1 ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് 1 സവാള അരിഞ്ഞാണ് ഇട്ട് കൊടുക്കാം. ഇനി ഒരു 3 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, കുറച്ച് പുതിന ഇട്ട് കൊടുക്കാം. നല്ലപോലെ വഴറ്റി കൊടുക്കാം കേട്ടോ. സവാള വഴന്നിട്ടുണ്ട് കേട്ടോ. ജീരകം ഇട്ട് കൊടുക്കാം. നമുക്ക് ചെറിയ ജീരകമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. കുറച്ച് വലിയ ജീരകവും, കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാട്ടോ. നമുക്ക് 2 ബ്രെഡ് ചെറുതാക്കി അരിഞ്ഞാണ്. നമുക്ക് അത്യാവശ്യം വഴന്നിട്ടുണ്ട്. നമുക്ക് ലേശം ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ സ്പ്രേ ചെയ്ത് കൊടുക്കാം. നല്ലപോലെ ഇളക്കി ഞാൻ സ്റ്റവ് ഓഫ് ആക്കാൻ പോവാൻ. അപ്പൊ നമ്മുടെ പൊടി നല്ലപോലെ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇവിടെ കണ്ട 2 മുട്ട പുഴുങ്ങിയത് ചെറുതാക്കി അരിഞ്ഞതാണ്. പിന്നെ നമ്മുടെ ഫില്ലിങ് ഫില്ല് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഉണ്ടാക്കിയിട്ട് നമുക്ക് ഉണ്ടാക്കാം. അപ്പൊ നമുക്കിത് ഇങ്ങനെ കൊഴുക്കട്ട ഉണ്ടാക്കില്ലേ, അതേപോലെ ആക്കിയാൽ മതി. എന്നിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഫില്ലിങ്, നമുക്ക് മുട്ട വെക്കാം കേട്ടോ. സവാളയൊക്കെ അരിഞ്ഞത് വതക്കിയത് വെക്കാം. നമുക്ക് ഇത് ഫില്ല് ചെയ്യാൻ ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇതേപോലെ പരത്തുക. കൈൻ്റെ അടിയിൽ വെച്ചിട്ട് ഈ ബ്രെഡും ഫില്ലിങ് നമുക്ക് ഇടാം ഇതിൻ്റെ ഉള്ളിൽ. ഇത് യോജിക്കും. ഇതേപോലെ നമുക്കെല്ലാം പരത്തിയെടുക്കാം. അപ്പൊ നമ്മുടെ കൊഴുക്കട്ട മുട്ട വെച്ചിട്ട് ഫില്ലിങ് ആക്കിയത് കേട്ടോ. നമുക്ക് ആവിയിൽ പുഴുങ്ങിയെടുക്കാം. അപ്പൊ നമ്മുടെ ഇഡ്ഡലി ചെമ്പിൽ പുഴുങ്ങാൻ വെച്ചിട്ടുണ്ടാവും. ഇല അടിയിൽ വിരിച്ചിട്ട് നമുക്ക് മൂടി വെക്കാം കേട്ടോ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഫീഡ്ബാക്ക് അറിയിക്കണേ.